ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മളെ എല്ലാ TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവു ശ്രുതി ഗർഭിണിയാണെന്നുള്ള കാര്യം രേവതിയെ വിളിച്ചു പറയുക. അപ്പം ഇത് കേട്ടപ്പോഴേക്കും ശ്രുതിക്കും മീരയ്ക്കും ഭയങ്കര സന്തോഷമായി. അവരുദ്ദേശിച്ച കാര്യം നടന്നല്ലോ. അപ്പോൾ ഈ ശ്രുതി ചേച്ചി തന്നെയാണോ വന്നതെന്ന് നമ്മുടെ ദേവുവിനോട് രേവതി ചോദിച്ചപ്പോൾ കൂട്ടുകാരി മീരയും ഉണ്ടായിരുന്നു എന്ന് ദേവു പറയാം. അല്ല, ശ്രുതി ചേച്ചി ഗർഭിണിയായ കാര്യം ചേച്ചി എന്താ പറയാതിരുന്നെന്ന് ചോദിക്കുമ്പോൾ അത് ആരോടും അങ്ങനെ പറഞ്ഞിട്ടില്ലായിരുന്നു. കാരണം അവൾ ഗർഭിണിയാണെന്ന് പറഞ്ഞെങ്കിലും അത് ആർക്കും അത്ര വിശ്വാസം ഉണ്ടായിരുന്നില്ല എന്ന് പറയും. എന്നാലേ സംശയിക്കാനൊന്നുമില്ല, ശ്രുതി ചേച്ചി അമ്മയാകാൻ പോവുകയാണെന്ന് നമ്മുടെ ദേവു പറയാട്ടോ. അപ്പോഴാണ് ശ്രുതിക്കുന്ന ശ്വാസം നേരെ വീണത്. അതിൻ്റെ സന്തോഷം ശ്രുതി ചേച്ചിയുടെ മുഖത്ത് എന്തായാലും ഉണ്ട് താനുമെന്നും അവിടെയും ദേവു പെട്ടു. പാവം രേവതിക്ക് അത് കേട്ടപ്പോൾ സങ്കടവും. ശരി ചേച്ചി, ഞാൻ പിന്നെ വിളിക്കാമേ, കുറച്ച് തിരക്കുണ്ട് കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അപ്പോഴേക്കും എന്ന് പറഞ്ഞുകൊണ്ട് മീരയും കൊണ്ട് ശ്രുതി അവിടുന്ന് പോവുകയും ചെയ്തു. അപ്പോൾ ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ചേട്ടാ, ദേവു ഹോസ്പിറ്റലിൽ വെച്ച് ശ്രുതിയെ കണ്ടായിരുന്നു, അതാ അവൾ വിളിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ സച്ചി ഇങ്ങനെ നോക്കാം, അവൾ ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ വേണ്ടി പോയതാണെന്നും രേവതി സച്ചിയോട് പറയുമ്പോൾ സച്ചിക്ക് ആകെ അത്ഭുതം. ശ്രുതി കള്ളം പറഞ്ഞതല്ലാന്ന് ഇപ്പം മനസ്സിലായില്ലേന്ന് ചോദിച്ചു. പിന്നെ അവൾ പ്രഗ്നൻ്റ് തന്നെ എൻ്റെ സച്ചിയേട്ടാ എന്നൊക്കെ രേവതി പറയുമ്പോൾ പറഞ്ഞ സച്ചിയേട്ടൻ എന്തിനാ എനിക്ക് ചിരിക്കുന്നേ? ഇപ്പോഴും അത് വിശ്വാസം വന്നില്ല അല്ലേ എന്ന് പറഞ്ഞ സച്ചി ഇങ്ങനെ നിൽക്കുമ്പോൾ സച്ചേട്ടൻ്റെ ഒരു കാര്യം സച്ചേട്ടൻ വിശ്വസിക്കണ്ട എന്ന് രേവതി പറഞ്ഞോട് രേവതി അവിടെ നിന്ന് പോയപ്പോഴും സച്ചി എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോഴും സച്ചി എന്തൊക്കെയോ ആലോചിച്ച് നിൽക്കുന്നു. ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ സുധിയെ കാണിക്കുന്നത്. സുധിയാണെന്നുണ്ടെങ്കിൽ അവിടെ അങ്ങനെ ഇരിക്കുവാണ്, എന്തൊക്കെയോ ആലോചിച്ച്. അപ്പോഴത്തേക്ക് അച്ഛൻ അങ്ങോട്ടേക്ക് വന്നൊരു പത്രമൊക്കെ ആയിട്ട്. അപ്പോൾ അച്ഛനെ കണ്ടപ്പോൾ അച്ഛനൊന്ന് അമ്മയോട് സംസാരിക്കാവോ എന്ന് ചോദിച്ചു സുധി. ആവുന്ന അത്ര ഞാൻ പറഞ്ഞു നോക്കിയതല്ലേടാ, ഇനി എന്ത് സംസാരിക്കാനാ അവളോട്? അപ്പോഴത്തേക്കും ചന്ദ്ര പുറകെ കൂടെ വരുക. ഇത് കേട്ടുകൊണ്ട് വരുന്നു. നീ ധൈര്യത്തോടെ ഒരു തീരുമാനം എടുക്ക്, അല്ലാതെ വേറൊന്നും എനിക്ക് നിന്നോട് പറയാനില്ല എന്ന് രവിയേട്ടൻ പറയുന്നു. എങ്കിലേ ഞാനത് പറയാം എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര. അപ്പം അമ്മയെ കണ്ടപ്പോഴത്തേക്കും സുധിയുടെ കാല് കൂട്ടിടിക്കാൻ തുടങ്ങി. ഇവൻ ധൈര്യത്തോടെ ഒരു തീരുമാനം എടുക്കട്ടെ, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിക്കോളാം, അപ്പം പിന്നെ എല്ലാവർക്കും സമാധാനം ആകുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ഇങ്ങനെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോഴത്തേക്ക് രേവതിയും സച്ചിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു. ഇവരുടെ സംസാരം കേട്ട് എന്നാ നിങ്ങൾക്കൊക്കെ വിവരം വരിക? നിങ്ങൾക്കൊക്കെ എന്താ കാര്യം പറഞ്ഞാൽ മനസ്സിലാവാത്ത? ആ കള്ളി പറഞ്ഞത് അതേപടി അങ്ങ് വിശ്വസിച്ചിരിക്കാം. അവള് ഭാവയോട് കള്ളം പറഞ്ഞതാന്നേ എന്ന് പറഞ്ഞിങ്ങനെ പറഞ്ഞപ്പോൾ അവള് കള്ളമൊന്നും പറഞ്ഞായിരിക്കില്ല എന്ന് ശ്രുതി. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി അമ്മ ശ്രുതി പറഞ്ഞ സത്യം, അവള് പ്രഗ്നന്റ് ആണെന്ന് രേവതി പറഞ്ഞപ്പം നിന്നോട് ആരെങ്കിലും ചോദിച്ചോ? നീ പോയി നിന്റെ ജോലി ചെയ്യുക, നീ ഈ കാര്യത്തിൽ ഇടപെടണ്ടെന്ന് പറഞ്ഞിങ്ങനെ പറയുമ്പോൾ ഇടപെടും, അവളും ഈ വീട്ടിൽ തന്നെയല്ലേ കഴിയുന്നത്, അപ്പോൾ ഇടപെടുമെന്ന് സച്ചി അന്നേരം പറഞ്ഞു. അപ്പോൾ ചന്ദ്ര ഭയങ്കര കലിപ്പില് അവള് പ്രഗ്നന്റ് ആണെന്ന് ഉറപ്പിക്കാൻ നിന്റെ കയ്യിൽ തെളിവ് വല്ലതും ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഇപ്പൊ എന്നെ ദേവ് വിളിച്ചായിരുന്നു, ശ്രുതിയും മീരയും അവള് ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ പോയിരുന്നു എന്നാ പറഞ്ഞു. അപ്പൊ ശ്രുതി ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ നോക്കും, അതുപോലെ തന്നെ ചന്ദ്രയും. അപ്പോഴത്തേക്കും ചാടി എഴുന്നേക്കും കേട്ടോ ശ്രുതി. എന്നിട്ട് ദേവ് ചോദിച്ചപ്പം ശ്രുതി പ്രഗ്നന്റ് ആണ്, ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ വന്നതാണെന്നൊക്കെയാ പറഞ്ഞതെന്ന കാര്യം പറയാം. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി കണ്ടോ അമ്മ ഇത് കേട്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഭയങ്കര ആകാംക്ഷയോടെ ഇങ്ങനെ സംസാരിക്കുന്നു. ചന്ദ്രയ്ക്ക് ഒരു മയോ ഇല്ല. അപ്പൊ കേട്ടല്ലോ ചന്ദ്രേ, ഇനിയും നിനക്ക് സംശയം ഉണ്ടോ എന്ന് രവിയേട്ടൻ ചോദിച്ചു. അമ്മേ, ഞാൻ പറഞ്ഞല്ലേ അമ്മേ, ഈ കാര്യത്തിൽ ശ്രുതി കള്ളം പറയില്ല എന്ന് പറഞ്ഞല്ലേ അമ്മേ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ശ്രുതി പറയുക. അങ്ങനെ അവളത് തെറ്റുകാരിയാണ്, എന്നാ ഈ ഒരു അവസ്ഥയിൽ നമ്മളെല്ലാവരും അവളോട് ഇങ്ങനെ കാണിക്കുന്നതും തെറ്റല്ലേ അമ്മയെന്ന് ശ്രുതി ചന്ദ്രയോട് ചോദിക്കാം. എന്തൊക്കെ പറഞ്ഞാലും അവളെൻ്റെ ഭാര്യയല്ലേ അമ്മേ എന്നൊക്കെ ശ്രുതി ചോദിക്കുമ്പോൾ ചന്ദ്ര നിന്ന് വലിതുള്ളു കേട്ടോ. അപ്പം ഇവരെല്ലാവരും അവളെ കൊണ്ടുപോകുന്നുള്ളൊരു ചിന്തയാണ്. വർഷയ്ക്ക് ഇപ്പോൾ ഈ വീട്ടിൽ കിട്ടുന്ന സ്നേഹവും പരിചരണവും ഒക്കെ അതെൻ്റെ ശ്രുതിക്കും കിട്ടേണ്ടതല്ലേ എന്നും ശ്രുതി ചന്ദ്രയോട് ചോദിക്കുന്നു. എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും അവൾ ഈ വീട്ടിലെ മൂത്ത മരുമകളല്ലേ എന്നും ചോദിച്ചു. ചന്ദ്ര ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അതല്ലേ ഒന്നിച്ച് ഇങ്ങനെ നിന്ന് കേൾക്കുക ശ്രുതി പറയുന്നതൊക്കെ. അമ്മേ, അവൾ എൻ്റെ കൂടെ ഈ വീട്ടിൽ വേണോ അമ്മേ? ഇല്ലാതെ പറ്റില്ല അമ്മേ, അവളോടൊന്ന് ക്ഷമിക്കമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുകയും ചെയ്യുന്നു. അമ്മേ, ഞാൻ ചെന്ന് ശ്രുതിയെ കൂട്ടിക്കൊണ്ട് വന്നോട്ടെ അമ്മേ, ചെല്ലട്ടെ അമ്മേ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോഴും ചന്ദ്ര മൗനം പാലിക്കാം. അമ്മ പ്ലീസ് അമ്മേ, ഞാനൊന്ന് പോയിക്കോട്ടെ അമ്മേ, പ്ലീസ് അമ്മേ. വേണ്ട, എനിക്കൊന്ന് ആലോചിക്കണമെന്ന് പറഞ്ഞ് ചന്ദ്ര അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും എന്തൊരു കഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ അവിടെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും ശ്രുതിക്ക് പിന്നെ സങ്കടമായി. ശ്രുതി അവിടെ ഇരുന്ന് ഇങ്ങനെ സങ്കടപ്പെട്ട് കരയാനായിട്ടുള്ള ഒരു ഇതിലിരിക്കുന്നു. ഇവരിങ്ങനെ നിസ്സഹായതയോടുകൂടി ശ്രുതിയെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. അപ്പോൾ ചന്ദ്രയുടെ തീരുമാനം എന്താകുമെന്ന് ഓർത്ത് ഇങ്ങനെ എല്ലാവരും ഇരിക്കുക. അത് കഴിഞ്ഞ് പിന്നെ വർഷയെ കാണിക്കുന്നത്. വർഷയാണെങ്കിലും മുറിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ശ്രീകാന്ത് കുറച്ച് ഫുഡുമായിട്ട് അങ്ങോട്ടേക്ക് വന്നു. വർഷ കഴിക്കാൻ കൂട്ടാക്കുന്നില്ല. നീ ഇത് കഴിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് വഴക്ക് പറയാം. അപ്പോൾ എനിക്ക് വേണ്ടുന്നല്ലേ പറഞ്ഞതെന്ന് വർഷ.
അപ്പോൾ രേവതി എടുത്തി എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിച്ചു. അപ്പോൾ എങ്ങും വരാമെന്ന് ചോദിച്ചു. വരാമെന്ന് പറഞ്ഞു. ഇപ്പോൾ വരും, നിന്നെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് പറയാം. അപ്പോഴത്തേക്ക് രേവതി അങ്ങോട്ടേക്ക് വന്നു. രേവതി എടുത്ത് വന്ന് ഇങ്ങ് വരാൻ പറഞ്ഞു. ഇവളിത് കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു. അതെന്താ നമ്മളാ നീ കഴിക്കാത്തേ? അവൾക്ക് വേണ്ടെന്ന് അവൾ പറയുന്നത്. ദേ അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഇത് കഴിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞത് ദേ രേവതി നിർബന്ധിച്ച് കൊടുക്കാം. ഇപ്പം നിനക്കൊരു കൂട്ടുവരാൻ പോവല്ലേ, ദേ അവള് നിന്നെ പോലെ ആയിരിക്കത്തില്ല കേട്ടോ. അവൾക്ക് വേണ്ടുന്നതൊക്കെ അവൾ മുറിയിൽ ആരും കാണാതെ ഒളിപ്പിച്ച് വെച്ചിട്ടാണെങ്കിൽ കഴിക്കുമായിരിക്കും എന്നൊക്കെ രേവതി ഇങ്ങനെ വർഷയോട് പറയുമ്പോൾ, അല്ല ഇത് ആരുടെ കാര്യമായിട്ട് ഈ പറയുന്നതെന്ന് ചോദിച്ചു ശ്രീകാന്ത്. പോടാ, ഒന്നും അറിയാത്തതുപോലെ. എടാ ശ്രുതിയുടെ കാര്യമാണ് ഞാൻ പറയുന്നേ, അവളും പ്രഗ്നൻ്റ് ആണല്ലോ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അമ്മയൊന്നും വിട്ടു പറഞ്ഞിട്ടില്ല, എന്നാലും അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നതെന്ന് രേവതി പറയുമ്പം, അല്ല ശ്രുതിയെടുത്ത് പ്രഗ്നൻ്റ് ആണോ എന്ന് ചോദിച്ചു ശ്രീകാന്ത്. അപ്പം നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. അപ്പം നിങ്ങളോടും അവളുടെ ഭർത്താവ് പറഞ്ഞു കാണുമെന്നാണ് ഞാൻ കരുതിയതെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ നോക്കുമോ ഇവർ. അവൾ പ്രഗ്നൻ്റ് ആണെന്ന് ഭാമാൻ്റെ ഇവിടെ വന്ന് പറഞ്ഞതാണെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ വർഷ ഒരൊറ്റ ചിരി. അപ്പോൾ അല്ല നീ എന്തിനാ ചിരിക്കുന്നതെന്ന് ശ്രീകാന്ത്. ശ്രുതി ചേച്ചിക്ക് അങ്ങനെ തന്നെ വേണം, കള്ളം പറഞ്ഞതിനുള്ള ശിക്ഷയോ അതെന്ന് പറഞ്ഞപ്പോൾ, ശിക്ഷയോ? ഇതൊക്കെ ഒരു അനുഗ്രഹമല്ലേ വർഷയെന്ന് ചോദിച്ചു രേവതി. അപ്പോഴേക്കും ഞാനേ ഇത് പിന്നെ കഴിച്ചോളാവെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകുന്നു. അപ്പോൾ വർഷ നിൽക്കുക, നീ എന്ത് കാണിക്കുന്നതെന്ന് ചോദിച്ചു രേവതി. ഇവിടെ ഇരിക്കുമ്പോൾ ഏട്ടത്തി ഇവളുടെ മനസ്സ് മാറാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞു ശ്രീകാന്ത്. എടാ മാറും, മാറ്റിയെടുക്കും, അവളെ ഞാൻ അങ്ങനെയൊന്നും വിടാൻ പോകുന്നില്ല, ഇത് മുഴുവൻ കഴിപ്പിച്ചിട്ട് ഇറങ്ങുമെന്ന് പറഞ്ഞ് രേവതി പിന്നാലെ പോയി. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ശ്രുതി കേട്ടോ. ശ്രുതി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അപ്പം മീര അങ്ങോട്ടേക്ക് വന്നു. നീ എന്നത് ഈ ആലോചിച്ച് നടക്കണേന്ന് ചോദിച്ചു. അല്ല ദേവ് പറഞ്ഞിട്ടും അവർ വിശ്വസിച്ച് കാണത്തില്ലായിരിക്കോ എന്ന് ശ്രുതി ചോദിക്കുക. നമുക്ക് സമയം ഇത്രയൊക്കെ ആയില്ലേ, അറിഞ്ഞുടൻ ശ്രുതി വിളിക്കേണ്ടതായിരുന്നില്ലേ എന്ന് ശ്രുതി ചോദിക്കാം മീരയോട്. അവരാരും വിശ്വസിച്ച് കാണത്തില്ലായിരിക്കും, അതാ വിളിക്കാത്ത. ആ പ്ലാൻ വർക്കൗട്ട് ആയില്ലെന്നാ തോന്നണേന്നൊക്കെ ശ്രുതി ഇങ്ങനെ മീരയോട് പറയുകയും ചെയ്തു. അല്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ, നമ്മൾ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കുമ്പം വർക്കൗട്ട് ആയില്ല എന്നൊക്കെ പറയാൻ വരട്ടെ, ഒരു 2-3 ദിവസം കൂടി വെയിറ്റ് ചെയ്യുക. അതിനിടയിൽ സുധിയോ നിൻ്റെ വീട്ടുകാരോ അല്ലെങ്കിൽ മറ്റുള്ളവരെ വിളിച്ചില്ലെങ്കിൽ പിന്നെ അതിനെപ്പറ്റി നീ പ്രതീക്ഷിക്കുകയേ വേണ്ടാന്ന് പറഞ്ഞു മീര. നമുക്ക് വേറെ എന്തെങ്കിലും വഴി നോക്കാമെന്നും മീര പറഞ്ഞു കൊടുക്കുക കേട്ടോ. ശ്രുതി ഇതൊക്കെ കേട്ട് ഞെട്ടി നിൽക്കുന്നു. നീ ചെന്ന് കിടക്കാൻ നോക്കും, ഞാൻ കിടക്കാൻ പോയി, എനിക്ക് ഉറക്കം വരുവാണെന്ന് പറഞ്ഞ് മീര കിടക്കാനായിട്ട് അങ്ങ് പോയി. ശ്രുതി പിന്നെയും ധർമ്മസങ്കടത്തിൽ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ സുധി കേട്ടോ. സുധി ഉറക്കത്തിൽ അവരുടെ കുഞ്ഞിനെ എടുക്കുന്നതും കൊഞ്ചിക്കുന്നതും ലാളിക്കുന്നതും ഒക്കെ സ്വപ്നം കണ്ട് ഞെട്ടി അങ്ങ് എഴുന്നേറ്റു. എൻ്റെ കുഞ്ഞ് എന്ന് പറഞ്ഞുകൊണ്ട് സുധി എൻ്റെ കുഞ്ഞെന്ന് പറഞ്ഞതിലേക്ക് തപ്പി നോക്കാം. അപ്പോൾ അതേ ഇനി ഗർഭിണിയായ ശ്രുതിയെ കൂട്ടിക്കൊണ്ട് വരണമെന്ന് ദൈവം ഒന്ന് സ്വപ്നത്തിൽ പറഞ്ഞതായിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കാട്ടോ സുധി. എന്നിട്ട് എഴുന്നേറ്റിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. എനിക്ക് എൻ്റെ കുഞ്ഞിനെ വേണം, ശ്രുതിയെ കാണണം, എനിക്ക് എൻ്റെ കുഞ്ഞിനെ വേണം, എത്ര നാളിങ്ങനെ അകന്ന് കഴിയാനാ, എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നിട്ട് ഫോൺ എടുത്ത് ശ്രുതിയുടെ നമ്പറിലേക്ക് വിളിക്കുന്നു. ആ സമയത്ത് ശ്രുതി നല്ല ഉറക്കുക. പെട്ടെന്ന് ഫോൺ കോൾ കണ്ടപ്പോഴത്തേക്കും എഴുന്നേറ്റു. അയ്യോ ഇതേ ശ്രുതി വിളിക്കുന്നു എന്ന് പറഞ്ഞ് ചാടി എഴുന്നേറ്റിട്ട് സുധി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ 2-3 പ്രാവശ്യം പറഞ്ഞു. എന്നിട്ട് ചാടി ഫോൺ എടുത്ത് ഹലോ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വിളിച്ചേ എന്ന് ചോദിച്ചു. അത് പിന്നെ ശ്രുതി ഞാൻ നമ്മുടെ കുഞ്ഞിനെ സ്വപ്നം കണ്ട ശ്രുതി എന്ന് ശ്രുതി ഇങ്ങനെ പറയാട്ടോ. അപ്പോഴും കുഞ്ഞോ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ ആകെ വല്ലാണ്ടായി. അപ്പം നമ്മുടെ പൊന്നോമനെ നമ്മുടെ കയ്യിലെടുത്ത് കൊഞ്ചിച്ച് അതുപോലെ അവൾ നമ്മുടെ വിരൽത്തുമ്പിലൊക്കെ ഇങ്ങനെ വിടാതെ മുറുക്കി പിടിച്ചിരിക്കുകയായിരുന്നു എന്നൊക്കെ ശ്രുതി പറയാട്ടോ. ഇതൊക്കെ കേട്ടപ്പോൾ ശ്രുതിക്ക് ഭയങ്കര അത് കണ്ട് സന്തോഷം കൊണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി ശ്രുതി എന്നൊക്കെ പറഞ്ഞ് ശ്രുതി കരയുക ഫോണിലൂടെ. എനിക്ക് അപ്പം തന്നെ നിന്നെ വിളിക്കാൻ തോന്നി എന്നൊക്കെ പറയുമ്പം, അല്ല ഇപ്പം എന്താ ഇപ്പം അങ്ങനെ ഒരു സ്വപ്നം കണ്ടതെന്ന് ചോദിച്ചു. നീ ഇപ്പം പ്രഗ്നൻ്റ് അല്ലേ ശ്രുതി എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അയ്യോ എന്ന് പറഞ്ഞ് ശ്രുതി നിൽക്കാം. നമ്മൾ അച്ഛനും അമ്മയാകാൻ പോവല്ലേ, ഇതേ കിടക്കുമ്പോൾ എൻ്റെ മനസ്സ് നിറയെ അതായിരുന്നു എന്ന് ശ്രുതി പറയണം. അതായിരിക്കും ഇങ്ങനത്തെ സ്വപ്നമൊക്കെ ഞാൻ കണ്ടതെന്നും ആ സമയത്ത് അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുക ശ്രുതി. നിന്നെ കൂട്ടിക്കൊണ്ട് വരണമെന്ന് ദൈവം എന്നോട് സ്വപ്നത്തിൽ പറഞ്ഞതായിരിക്കും ഒരു പക്ഷേ. അല്ല ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് ശ്രുതിയോട് ആരാ പറഞ്ഞതെന്ന് ചോദിച്ചപ്പം അത് പിന്നെ ഭാമാൻ്റെ വീട്ടിൽ വന്ന് പറഞ്ഞായിരുന്നു. പിന്നെ നിന്നെ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ട കാര്യം ദേവു രേവതിയെ വിളിച്ചും പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിക്ക് കൊണ്ടു എന്നിട്ട് എന്താ ശ്രുതി നീ എന്നെ ഒന്ന് വിളിച്ചു പറയാതിരുന്നതെന്ന് ശ്രുതി ചോദിക്കുമ്പോൾ പറയാൻ വേണ്ടി ഞാൻ എത്ര തവണ വിളിച്ചതാ, പക്ഷേ ശ്രുതി ഫോൺ എടുത്തോ എന്ന് ശ്രുതി അന്നേരം ചോദിക്കുക. പിന്നെ ഷോറൂമിൽ വന്ന് പറയണമെന്നും ഉണ്ടായിരുന്നു, പിന്നെ ആൻറ്റിയെ പേടിച്ചാ ഞാൻ അങ്ങ് വരാതിരുന്നതെന്ന കാര്യവും ശ്രുതി ഇങ്ങനെ ശ്രുതിയോട് പറയുക കേട്ടോ. ശ്രുതിക്കാണെങ്കിൽ ആകെ സങ്കടം.
ശ്രുതിക്ക് എന്നോടുള്ള ദേഷ്യമൊക്കെ മാറി. അപ്പം മീര പതുക്കെ കണ്ണു തുറന്ന് നോക്കുമ്പോൾ അതേ ഫോൺ വിളിക്കണു. നമുക്കിനി അതിനെക്കുറിച്ചൊന്നും സംസാരിക്കേണ്ട എൻ്റെ ശ്രുതി, കഴിഞ്ഞതൊക്കെ നമുക്ക് മറക്കാമെന്നൊക്കെ ശ്രുതി ഇങ്ങനെ പറയുന്നു. മീര അപ്പത്തേനെ എഴുന്നേറ്റിരുന്നതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യാം. നീ എൻ്റെ കൂടെ തന്നെ വേണം, നമ്മുടെ കുഞ്ഞിന് വേണ്ടി നമുക്ക് ഒന്നിച്ച് ജീവിക്കാം ശ്രുതി എന്നൊക്കെ പറഞ്ഞപ്പം, അല്ല അതിന് ആൻറ്റി സമ്മതിക്കുമോ? അത് ആരാന്ന് മീര ചോദിച്ചു. അപ്പം മിണ്ടാതിരിക്കാൻ പറഞ്ഞു ശ്രുതി മീരയോട്. ശ്രുതി അമ്മയെ കൊണ്ട് എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കാമെന്ന് ശ്രുതി എനിക്കിപ്പം നിന്നെ കാണാൻ തോന്നാ ശ്രുതി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും, ആണോ ഞാനിപ്പോൾ അങ്ങോട്ട് വരട്ടെ എന്നൊക്കെ ഇങ്ങനെ ശ്രുതി ചോദിച്ചു. അയ്യോ വേണ്ട, അമ്മ കണ്ടാലേ പിന്നെ അത് മതിയെന്നും പറഞ്ഞിങ്ങനെ പറയാം. അത് ശരിയാ, അതെ അമ്മ എങ്ങനെയെങ്കിലൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ നിന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വരാൻ കേട്ടോ എന്ന് ശ്രുതിയോട് പറയണം. എന്തായാലും ഇനി നമ്മൾ അങ്ങോട്ട് ഒരുമിച്ചേ ജീവിക്കുള്ളൂ ശ്രുതി, അത് ഞാൻ നിനക്ക് ഉറപ്പ് തരികയാണെന്നും ശ്രുതിയോട് പറയുകയും ചെയ്തു. മീരയ്ക്കാണിത് അറിയാഞ്ഞിട്ടൊരു സ്വസ്ഥതയില്ല. അപ്പോൾ ദേ ശ്രുതി, ഞാനിപ്പോൾ നിന്നെ കാണാനായിട്ട് അങ്ങോട്ട് വന്നോട്ടെ എന്ന് ചോദിച്ചു. അപ്പം ആ ശ്രുതി, എനിക്ക് എൻ്റെ ശ്രുതിയെ കാണാൻ കൊതിയാവോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ പറയാട്ടോ. എല്ലാവരും ഉറങ്ങിക്കാണും, അതുകൊണ്ട് പ്രശ്നമില്ല, ഞാൻ ഇപ്പം തന്നെ ഇറങ്ങാമെന്നും പറഞ്ഞു നമ്മുടെ ശ്രുതി. അപ്പോൾ പെട്ടെന്ന് വരാൻ ശ്രുതി. അപ്പോൾ ഫോൺ കട്ട് ചെയ്തിട്ടൊരു ശ്രുതിയാണെങ്കിലും മീരയോട് എൻ്റെ ശ്രുതി എന്നെ വിളിച്ച് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയാം. ഇപ്പോഴും ഇങ്ങോട്ട് വരുമെന്നാ പറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ ഈ സമയത്തോ അതിനിപ്പോൾ എന്താ കുഴപ്പം, അവനെ എല്ലാം മറന്നെന്നാ പറഞ്ഞേ, ഞാൻ ഇനി എന്ത് പറഞ്ഞാലും അവൻ കേൾക്കും എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ശ്രുതി പറഞ്ഞപ്പോൾ മീരയ്ക്ക് അന്താളിപ്പ്. അവൻ എൻ്റെ കസ്റ്റഡിയിലായി എന്നൊക്കെ മീരയോട് പറയാട്ടോ ശ്രുതി. ദേ ഇനി നീ കണ്ടോ, 2-3 ദിവസത്തിനകം ഞാൻ അവൻ്റെ വീട്ടിലെത്തും ഉറപ്പാണെന്നൊക്കെ പറയണം. അപ്പോൾ ദേ മുൻപത്തെ പോലെ തന്നെ ശ്രുതിയുടെ അമ്മ എന്നെ തലയിൽ വെച്ചുകൊണ്ട് നടക്കുകയും ചെയ്യുമെന്നൊക്കെ ശ്രുതി ഇങ്ങനെ മീരയോട് പറയാം. കള്ളം പറഞ്ഞതിനാ നിന്നെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കിയത്. ഇപ്പോൾ അടുത്ത കള്ളം പറഞ്ഞ് നീ നിന്റെ കെട്ടിയോനെ വലയിലുമാക്കി. പിന്നെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു കേട്ടോ ശ്രുതി. പെട്ടെന്ന് തന്നെ അവിടെ കയറി പറ്റുകയും ചെയ്യും. കൊള്ളാടി കൊള്ളാം, നീ ഭയങ്കര തന്നെ. അല്ല നീ ഉറങ്ങിയിരുന്നില്ലേ? നീ ഫോൺ ചെയ്യുന്നത് കേട്ടേ ഞാൻ ഉണർന്നതാണെന്ന് മീര അന്നേരം പറഞ്ഞു. പിന്നെ ഉറക്കം വരുന്നുണ്ടെങ്കിൽ നീ കിടന്നോ കേട്ടോ. അപ്പം ഇല്ല, ഇനി ഞാൻ ഉറങ്ങുന്നില്ല, എന്താണെന്ന് എനിക്കൊന്ന് അറിയണം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ മീര ഇരിക്കുന്നു. പിന്നെ ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ അമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിച്ച് ഇങ്ങനെ അവിടെ കിടക്കും, ഉറങ്ങിയിട്ടില്ല കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ശ്രുതി പതുക്കെ പതുങ്ങി ഇറങ്ങി വരുന്നു. ആ സമയത്ത് സച്ചിയും രേവതിയും താഴെ അവിടെ കിടക്കുന്നു. ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ കിടന്നിട്ട് ഉറക്കം വരാതെ എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കുവാണ്. എന്നിട്ട് പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോൾ രവിയേട്ടൻ നോക്കിയപ്പം ചന്ദ്ര അടുത്തില്ല. രവിയേട്ടൻ എന്നിട്ട് എഴുന്നേറ്റിരുന്ന് നോക്കുക. ആ സമയത്ത് ശ്രുതി പതുങ്ങിയും പോവുക. എടാ എന്നും പറഞ്ഞൊരു വിളി. അപ്പോഴത്തേക്കും സച്ചിയും കണ്ണ് തുറന്ന് നോക്കുന്നു. അപ്പം ശ്രുതിയെ കയ്യോടെ പിടികൂടി. രാത്രി പതുങ്ങിയും ഭാര്യയെ കാണാൻ പോകാൻ തുടങ്ങിയതാ. അപ്പം അമ്മ പിടിച്ചു. അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. നീ എവിടെ പോവാടാന്ന് ചോദിച്ചു. അത് പിന്നെ അമ്മ ഞാൻ ഇതുവഴി അങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കിടന്ന് പപ്പ അടിക്കുക. അപ്പോഴത്തേക്ക് അച്ഛൻ ഇറങ്ങി വന്നു. രേവതി എഴുന്നേറ്റു. ഇവരെല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കാം. ചോദിച്ചത് കേട്ടില്ല, നീ എവിടെ പോകുന്നു? അമ്മ ഞാൻ എവിടെയും പോകുന്നില്ല അമ്മയെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര. എനിക്ക് കിടന്നിട്ട് ഉറക്കം വന്നില്ല അമ്മേ, അതുകൊണ്ട് ഞാൻ വെറുതെ കുറച്ച് സമയം പുറത്തിരിക്കാമെന്ന് കരുതി എന്നൊക്കെ ശ്രുതി ഇങ്ങനെ പറയുവാണേ. അപ്പോൾ അത് കേട്ടപ്പോൾ അത് കള്ളമാണെന്ന് എനിക്ക് അറിയാമെന്ന് പറഞ്ഞു ചന്ദ്ര. സത്യം അമ്മേ, നീ ശ്രുതിയെ കാണാമെല്ലാം പോവുകയാണോ എന്ന് ചോദിച്ചു. അയ്യോ അപ്പത്തേനും പേടിയായി നമ്മുടെ ശ്രുതിക്ക്. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ടെൻഷനായി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഈ ഒരു പകച്ചിലും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് ആരും മനസ്സിലായി. അപ്പോൾ പേടിയോടെ അതേ അമ്മയെന്ന് ശ്രുതി ചന്ദ്രയോട് പറയുകയും ചെയ്തു. അപ്പോൾ അതേ എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുവാണ്. നിന്റെ പോക്ക് കണ്ടപ്പോഴേ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞപ്പം, എന്തിനാടെ ഇങ്ങനെ പതുങ്ങിയൊക്കെ പോകുന്നത്? അവളെ കാണാനായിട്ട് നിനക്ക് അത്രയ്ക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പകലെ നിനക്ക് പോയിക്കൂടായിരുന്നു എന്ന് ചോദിച്ചു. അതെങ്ങനെയാ അച്ഛാ, അമ്മയെ പേടിച്ചിട്ടല്ലേ ഈ സമയത്തൊക്കെ ഇറങ്ങുന്നതെന്ന് സച്ചി പറയുക. അത് കേട്ടപ്പം അമ്മ എന്നോട് ക്ഷമിക്കണമെന്ന് ശ്രുതി. എനിക്ക് അവളെ കാണാതിരിക്കാൻ പറ്റില്ല അമ്മേ. ഞാൻ എൻ്റെ കുഞ്ഞിനെ സ്വപ്നം കണ്ടമ്മയെന്ന് ശ്രുതി ചന്ദ്രയോട് പറയാം. പിന്നെ ആ കുഞ്ഞിനോടൊപ്പം കളിയും ചിരിയും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ വീട്ടിൽ ഞാനും എൻ്റെ ശ്രുതിയും ഞാൻ കണ്ടമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഇമോഷണലായിട്ട് അമ്മയുടെ മുന്നിൽ നിന്ന് സംസാരിക്കുന്നു. അമ്മ അത് ഓർത്തപ്പോൾ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ലമ്മേ, എനിക്ക് അവളെ കണ്ടേ പറ്റുള്ളൂ അമ്മ. അപ്പം തന്നെ ഞാൻ ശ്രുതിയെ വിളിച്ചായിരുന്നു, എനിക്ക് ഇപ്പം തന്നെ അവളെ കാണണമെന്ന് പറഞ്ഞു എന്ന് ശ്രുതി ഇങ്ങനെ പറയാം. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഭയങ്കര സങ്കടം, അതായത് അച്ഛനും രേവതിക്കും ഒക്കെ. അവളെ കാണാനായിട്ട് ഇറങ്ങിയതാ അമ്മേ, ഞാൻ അവളെ ഒന്ന് കണ്ടോട്ടെ അമ്മ അവളുടെ വയറ്റിൽ എൻ്റെ കുഞ്ഞല്ലേ അമ്മേ വളരുന്നത് എന്ന് ശ്രുതി ഇങ്ങനെ ചോദിക്കുവാണ്. ചന്ദ്രനൊന്നും മിണ്ടുന്നില്ല. അമ്മ എൻ്റെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് കൂടിയല്ലേ അമ്മേ ഞാൻ പോകുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് പോയേ പറ്റുള്ളൂ അമ്മയെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ കട്ടായും ചന്ദ്രയോട് പറയാം. അങ്ങനെ ആദ്യമായി ശ്രുതി ചന്ദ്രയുടെ മുഖത്ത് നോക്കി പറയുന്നു,
അമ്മ പേടിക്കൊന്നും വേണ്ട, ഞാൻ ശ്രുതിയെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരുമൊന്നുമില്ല, എനിക്ക് അവളെ ഒന്ന് കണ്ടാൽ മാത്രം മതി അമ്മ എന്നൊക്കെ ഇങ്ങനെ ശ്രുതി പറയുകയും ചെയ്തു. കണ്ടിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് തിരികെ വന്നോളാമെന്നും ശ്രുതി പറയാം കേട്ടോ. ചന്ദ്ര അതിനൊന്നും മിണ്ടുന്നില്ല. പ്ലീസ് അമ്മ, പ്ലീസ് അമ്മ എന്നോട് പോവണ്ടെന്ന് മാത്രം പറയരുത് അമ്മ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ യാചിക്കുകയാണ് ചന്ദ്രയുടെ മുന്നിൽ. മകൻ്റെ ആ ഒരു നിസ്സഹായത കണ്ട് അച്ഛൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു. അച്ഛനിങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ ചന്ദ്ര എന്തിനാടാ നീ കണ്ടിട്ട് വരുന്നത് എന്ന് ചോദിക്കുന്നു. എന്നിട്ട് നമുക്ക് ശ്രുതിയെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരാമെന്ന് ചന്ദ്ര പറയുന്നു. ഇത് കേട്ടപ്പോൾ എല്ലാവരും കണ്ണ് തള്ളിപ്പിടിച്ച് ഇങ്ങനെ നോക്കുക. ചന്ദ്ര ഇങ്ങനെ പറഞ്ഞോ? ആർക്കും അത് വിശ്വസിക്കാൻ പറ്റിയില്ല. അങ്ങനെ എല്ലാവരും ചന്ദ്രയെ തന്നെ അന്തം വിട്ട് നോക്കി ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻ കാണിച്ച് നമ്മുടെ ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും ടാറ്റാ.